ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ വിങ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വെജ് കട്ട്ലേറ്റ് ആണ്. ഇതിനു വേണ്ടി ആദ്യമായി 2 മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടാറ്റോ, 1 ക്യാരറ്റ് എന്നിവ നമുക്ക് വേവിച്ച് സ്മാഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാൻ മറക്കരുതേ. ഇനി നമുക്ക് വേണ്ടത് സോയ ചങ്ക്സ് ആണ്. ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായി ക്രഷ് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് കട്ട്ലേറ്റ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുത്ത സവോള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ മല്ലിയില, കറിവേപ്പില എന്നിവ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി യോജിപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം മുൻപേ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മസാലയുമായി നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ, ക്യാരറ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി യോജിപ്പിച്ചു കൊടുക്കുക. തീ ഓഫ് ചെയ്ത് ചൂടാറിയതിനു ശേഷം ഇതുപോലെ കൈവച്ച് സ്മാഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കട്ട്ലേറ്റ് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇത് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇത് എണ്ണയിലിട്ട് ഇതുപോലെ വറുത്തു കോരുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കട്ട്ലേറ്റ് ഇവിടെ റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.